ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഒരേ ദിവസം ഒരേ സാരീസ് ഡിസ്പ്ലേ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്കിങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അവരുടെ ബഡ്ജറ്റ് ഇപ്പം ഞാൻ കൂടുതൽ കാണിക്കുന്ന 1500 അതിൻ്റെ മേളിലോട്ടുള്ള സാരീസാണ്, ഡെയിലി വെയർ സാരീസ്. വളരെ ചുരുക്കമാണ് സിൽക്ക് സാരീസ്, ഓർഗൻസ സാരീസൊക്കെ ഞാൻ കാണിക്കുന്നത്. അപ്പം ഇതിൽ തന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് 1500 ബിലോ ഉള്ള സാരീസ്, 1000 to 1500 റേഞ്ചിലുള്ള സാരീസ് കാണിക്കാമോ, അതും വിത്ത് ബ്ലൗസ് പീസ് ആണെങ്കിൽ വളരെ നല്ലത് എന്ന് പറഞ്ഞ് കുറേ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാം 1000 to 1500 ആ ഒരു റേഞ്ചിലുള്ള സാരീസാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു 1000 to 1500 റേഞ്ചിൽ വരുമ്പം മെറ്റീരിയൽ വൈസും കുറച്ച് ഡിഫറൻസ് വരും. നമ്മൾ ചെക്കോട്ടയാണെങ്കിൽ വളരെ കുറച്ചായിരിക്കും വർക്ക് വരത്തുള്ളൂ. ഓർഗൻറ്റി ഒന്നും ആ റേഞ്ചിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വളരെ ലോ ക്വാളിറ്റി ഓർഗൻറ്റി മെറ്റീരിയൽ എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ വളരെ ചുരുക്കം മെറ്റീരിയൽസിൽ മാത്രമാണ് ഈ ഒരു റേഞ്ചിൽ ഹാൻഡ് എംബ്രോയ്ഡറി കിട്ടുകയുള്ളൂ. നമുക്ക് മെഷീൻ എംബ്രോയ്ഡറി നമുക്ക് കിട്ടും, അതെന്ന് വെച്ചാൽ അത് മെഷീനിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. ഹാൻഡ് ആകുമ്പോൾ സമയം എടുക്കുന്നത് കാരണം അതിന് വിലയും കൂടുതലായിരിക്കും, ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും ഹാൻഡ് എംബ്രോയ്ഡറി കമ്പയർ ടു മെഷീൻ എംബ്രോയ്ഡറി. അപ്പം അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കണം. എന്ന് വെച്ചാൽ ചിലവരൊക്കെ നമ്മുടെ കയ്യിൽ മേടിച്ചിട്ട് ഇങ്ങനെ അഭിപ്രായം പറയും, മെഷീൻ എംബ്രോയ്ഡറി ഈ റേഞ്ചിൽ കുറേ വർക്ക് ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ സാരിയിൽ കുറച്ച് വർക്കേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഡിഫറൻസ് ഇത് തന്നെയാണ്, നമ്മുടെ സമയം എടുക്കുന്നതാണ് ഡിഫറൻസ്. പിന്നെ അതിൻ്റെ മെഷീൻ എംബ്രോയ്ഡറിയും ഹാൻഡ് എംബ്രോയ്ഡറിയും ലാസ്റ്റിങ് കുറേ വ്യത്യാസമുണ്ട്. അതറിയാവുന്നവർക്ക്, ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നവർക്ക് മനസ്സിലാകും അതിൻ്റെ ഡിഫറൻസ് എന്താ വരുന്നത് എന്നുള്ളത്. ഇന്നത്തെ സാരി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. എല്ലാം റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ആദ്യത്തെ സാരി തന്നെ ഒരു പിങ്ക്, ഡാർക്ക് ഷെയ്ഡ്, ബേബി പിങ്ക് അല്ല, ഡാർക്ക് ഷെയ്ഡ് പിങ്ക് ആണ്. അതിൻ്റെ അകത്ത് ബ്ലൂ കോമ്പിനേഷനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ വന്നിട്ട് സിന്തറ്റിക് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ആ മെറ്റീരിയൽ വിത്ത് ബ്ലൗസ് പീസ് ആണ് ഇത് വരുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുന്താണിയിൽ ഒരു ഡിസൈൻ, ഇതുപോലത്തെ ഒരു ലെങ്ത് ഉള്ള ഒരു ഡിസൈനാണ്, 7 ഇഞ്ച് പ്ലസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്. സ്ട്രെയിറ്റ് സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് തയ്ച്ചിരിക്കുന്നത്. ഇത് മുന്താണിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ട്, പിന്നെ നമ്മുടെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. സെയിം ഡിസൈൻ തന്നെയാണ് റണ്ണിങ് പോർഷനിലും, ഫുള്ളായിട്ട് കുഞ്ഞ് ഡിസൈൻ അല്ല, ആ ഫുൾ ലെങ്ത് ഡിസൈൻ തന്നെയാണ് റണ്ണിങ് പോർഷനിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ 3 ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 3 ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്, അടുപ്പിച്ച് 3. അപ്പോൾ ഇത് ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇരിക്കുന്നത്. അടുപ്പിച്ച് 3 ഇവിടുത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഓരോരോ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും ഇതുപോലെ ഒരു ഡിസൈനിങ് ഉണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വർക്ക് വരുന്നില്ല, താഴത്തോട്ട് വർക്കില്ല. ഈ മുന്താണിയും ഫ്രണ്ടിലെ ഷോൾഡർ പ്ലീറ്റിലുമാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് വിത്ത് സെയിം ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവ് ആണ് കാണുന്നത്. സ്ലീവിൽ ഇതുപോലെ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. സെയിം കളർ ബ്ലൗസ് പീസും അതിൻ്റെ അകത്ത് സ്ലീവിൽ ഒരു കുഞ്ഞ് ഡിസൈനുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാരിയാണ്, നമുക്ക് ഡെയിലി വെയറിന് പറ്റിയതാണ്. സിന്തറ്റിക് കോട്ട ആയതുകൊണ്ട് പെട്ടെന്ന് പോകത്തുമില്ല, ഭയങ്കര ലോങ് ലാസ്റ്റിങ്ങുമാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ള ഒരു മെറ്റീരിയലാണ്, റേറ്റും കുറവാണ്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1100 ആണ് ഇതിൻ്റെ റേറ്റ്. നമുക്ക് രണ്ടാമത്തെ സാരി കണ്ടു നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ സാരി സിന്തറ്റിക് കോട്ടയിൽ വേറെ ഏതെങ്കിലും ഡിസൈൻ വേണമെങ്കിലും പറഞ്ഞാൽ മതി, അതുപോലെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അടുത്തത് സിന്തറ്റിക് കോട്ടയിൽ തന്നെ വളരെ ബേബി ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡാണ്, വളരെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഗ്രീൻ, അതിനാണ് ബേബി ഗ്രീൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ റോസിറ്റി സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഓറഞ്ച് ഷെയ്ഡാണ്, എന്ന് വെച്ചാൽ ബ്രൈറ്റ് ഓറഞ്ച് അല്ല, അങ്ങനെ തെറിച്ച് നിൽക്കാത്ത ഒരു ഓറഞ്ച് ഷെയ്ഡും ഡാർക്ക് ഒലീവ് ഗ്രീൻ ലീഫും ആണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റെംസും ലീഫും അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മളിവിടെ ലീവ്സിന് കൊടുത്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് റോസിറ്റി സ്റ്റിച്ചുമാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് മുന്താണിയുടെ ഒരു സൈഡിൽ ഇതുപോലെ വരുന്നുണ്ട്. റണ്ണിങ് പോർഷനിൽ
റണ്ണിങ് പോർഷനിൽ ഡിസൈൻ ഇല്ല. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലെങ്ത് ആയതുകൊണ്ട് റണ്ണിങ് പോർഷനിൽ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗ്യാപ്പ് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡിസൈൻ. ഇത് ഇത്തിരി നീളത്തിലുള്ള ഡിസൈനാണ്. ഗ്യാപ്പ് കൂട്ടിയിട്ടാണ് അടുത്ത ഡിസൈൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും നല്ലോണം വളഞ്ഞു പോകണം അവിടം വരെ ഒരു വർക്ക് ഉണ്ടാകും. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഫുൾ ആയിട്ടുള്ള ഡിസൈൻ ഇല്ല, കുഞ്ഞ് ഡിസൈനാണ് വെച്ചിരിക്കുന്നത്. ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഡിസൈൻ അല്ല. ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവിലും ഒരു കുഞ്ഞ് ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് കൈയിൻ്റെ സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1150 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എല്ലാം ബഡ്ജറ്റഡ് ആയിട്ടുള്ള സാരീസാണ്. ഈ ഒരു റേഞ്ചിൽ ഹാൻഡ് എംബ്രോയിഡറി കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി അടുത്തത് വന്നിട്ട് ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് മുന്താണിയിൽ വരുന്നത്. ഒരു കുഞ്ഞ് ഡിസൈനാണ്. 3 ഫ്ലവർ ആയിട്ടുള്ള ഒരു ഡിസൈൻ, വളഞ്ഞിരിക്കുന്ന ഒരു ഡിസൈനാണ്. ചെമ്മന്തി സ്റ്റിച്ചാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ അങ്ങനെ ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ബഡ്സ് വന്നിട്ട് ബൂലിയൻ നോട്ടാണ്. ഇത് ചെമ്മന്തി സ്റ്റിച്ചാണ്. ബാക്കി സ്റ്റെം സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീവ്സും ഡബിൾ ഷെയ്ഡാണ്. സ്റ്റെം മാത്രം വേറൊരു കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രണ്ടിൽ വരുന്ന 2 ഡിസൈനാണ്. ഷോൾഡർ പ്ലീറ്റിൽ വരുന്ന 2 ഡിസൈൻ. ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസിൽ ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. ഈ 3 സാരിയും എന്താ വെച്ചാൽ സിന്തറ്റിക് കോട്ടയാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1200 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ 3 സാരിയും സിന്തറ്റിക് കോട്ട സാരീസാണ് ഞാൻ കാണിച്ചത്. ഇനി ഞാൻ കാണിക്കുന്ന 2 സാരീസ് ഉണ്ട്. അത് രണ്ടും സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. അപ്പോൾ ഈ 2 ഇതെല്ലാം വളരെ 1100, 1150, 1200 ആ ഒരു റേഞ്ചാണ്. ഇത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. സിൽക്കി കോട്ട മെറ്റീരിയൽ മാറിയപ്പോഴും റേറ്റിന് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് സിൽക്കി കോട്ടയാണ്. റോയൽ ബ്ലൂ സിൽക്കി കോട്ടയാണ്. നല്ലൊരു ബ്രൈറ്റ് കളറാണ്. ഉടുത്താൽ നമുക്ക് തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു കളറാണ്. സിൽക്കി കോട്ടയിൽ പിങ്ക് ആൻഡ് ഗ്രീൻ, ബ്രൈറ്റ് ഗ്രീനും പിങ്കും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഹെയർ ഇൻ ബോൺ ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണിയിൽ ഒരു ഡിസൈൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുവരെ ഒരു കുഞ്ഞ് സിംഗിൾ ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ അത്യാവശ്യം ഇത് 3 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും അത്യാവശ്യം ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലും തയ്ച്ചിട്ടുണ്ട്. ഇതിന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ബ്ലൗസാണ് ഉദ്ദേശിക്കുന്നത്. സെയിം കളർ ബ്ലൗസ് അല്ല, മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് അല്ല. ആദ്യത്തെ 3 സാരിക്ക് ബ്ലൗസ് പീസ് ഉള്ളൂ. ഈ ഒരു സാരിക്ക് ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലൗസ് പീസ് ഇല്ല, എന്നിട്ടും റേറ്റ് കൂടുതലാണെന്ന് എല്ലാവരും വിചാരിക്കും. ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വ്യത്യാസമാണ്. സിന്തറ്റിക് കോട്ടയും സിൽക്കി കോട്ടയായിട്ടുള്ള റേറ്റിൻ്റെ വ്യത്യാസമാണ്. അടുത്തത് വന്നിട്ട് സിൽക്കി കോട്ടയിൽ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. കോഫി ബ്രൗൺ അല്ല, അതിലും ലൈറ്റർ ഷെയ്ഡായിട്ടുള്ള ബ്രൗൺ ആണ്. പക്ഷെ അതിൻ്റെ സാരിയുടെ ഉള്ളിൽ ലൈറ്റർ ഷെയ്ഡ് ബ്രൗൺ, അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ടുള്ളതാണ്. ബോർഡർ വരുമ്പോൾ കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത്. അങ്ങനത്തെ ഒരു സാരിയാണിത് സിൽക്കി കോട്ടയുടെ. അതിൻ്റെ അകത്ത് മുന്താണിയുടെ ഒരു സൈഡിലാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ. അതുപോലത്തെ തന്നെ ഡിസൈൻ മറു സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. 2 സൈഡിലും മുന്താണിയുടെ ഇതുപോലെ ഡിസൈൻ ഉണ്ട്. ഇതും ഹെയർ ഇൻ ബോൺ ആണ് സ്റ്റിച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലവർ ബ്രൗണിൻ്റെ അകത്ത് ബേബി പിങ്ക് കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീനും ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുന്താണിയിൽ അങ്ങനെ 2 ഡിസൈൻ, പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ, കുഞ്ഞ് ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് ഇതുപോലെ ഒരു വലുത്, കുഞ്ഞത്, പിന്നെ ഒരു വലുത്, ഒരു കുഞ്ഞത്, പിന്നെ ഒരു വലുത്, അങ്ങനെ 3 വലുതും 2 കുഞ്ഞതുമാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 3 വലുതുണ്ട്,
2 കുഞ്ഞതുകൊണ്ട് ഇങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിറച്ചും വർക്കാണ്, വളരെ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ബ്ലൂവിലാണെങ്കിൽ നല്ല കോൺട്രാസ്റ്റ് ആണ്, ഇതിൻ്റെ അകത്ത് തന്നെ കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ അല്ല കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു കുഞ്ഞു ഫ്ലവർ വെസ്റ്റിൻ്റെ പോർഷൻ നെറിഞ്ഞൊടുക്കുമ്പോൾ നമ്മൾ നെഞ്ചോട് ചേർന്ന് വരുന്ന ആ ഒരു പോർഷനിലും നമ്മൾക്ക് വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്, ഫുൾ ഡിസൈൻ ഇല്ല, ഒരു കുഞ്ഞ് ഡിസൈൻ അവിടെ ചെസ്റ്റിനോട് ചേർന്ന് വരുന്ന അവിടെയും ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു വലിയ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ ഒരു വലിയ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതും വിത്ത് ബ്ലൗസ് പീസ് അല്ല, സാരി മാത്രമാണ് ഇൻക്ലൂഡഡ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1550 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ സാരിയിൽ 5 സാരിയിൽ ഏത് സാരിയാണ് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതുപോലത്തെ സാരികൾ ഈ ഒരു ബഡ്ജറ്റിലുള്ള സാരീസ് വേണമെങ്കിലും, അല്ലെങ്കിൽ ഈ കളറിൽ ഈ ഡിസൈൻ വേറെ ഏതെങ്കിലും കളറിൽ വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കുറേ പേര് വേറെ കുറച്ച് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. ഇത് ചെക്കോട്ട ഇങ്ങനത്തെ മെറ്റീരിയലിൽ മാത്രമാണ് ഞാൻ ചെയ്യുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ പറഞ്ഞാലും ആ മെറ്റീരിയലിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ആ മെറ്റീരിയലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ഡൗട്ടോ ഉണ്ടെങ്കിലും നമുക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.